ിൽ നക്ഷത്രങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന നമ്മുടെ ഒന്നാമത്തെ ആകാശം, ആ ഒന്നാമത്തെ ആകാശത്തിന്റെ തന്നെ 20% മാത്രമേ നമ്മൾ ഇന്ന് കണ്ടെത്തി കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഖുർആനിൽ പറയുന്ന ബാക്കി 7 ആകാശങ്ങൾ എന്നുള്ള പ്രയോഗം ഇന്നത്തെ അർത്ഥത്തിൽ ശാസ്ത്രത്തിന്റെ പരിധിക്കപ്പുറത്താണ്, ശാസ്ത്രത്തിന്റെ വിശദീകരണത്തിനപ്പുറത്താണ്, ശാസ്ത്രത്തിന് കണ്ടെത്താൻ കഴിയുന്ന കാര്യമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അക്ബർ സാഹിബ് എഴുതിയ വിശുദ്ധ ഖുർആനിലെ കാതലായ അറിവായ അള്ളാഹുവിനെ അറിയുക എന്ന ഗ്രന്ഥമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഈ ഗ്രന്ഥത്തിൽ ഖുർആനിലെ വചനങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അള്ളാഹുവിനെ അറിയേണ്ട മുറപ്രകാരം അറിഞ്ഞില്ലെങ്കിൽ വഴി തെറ്റുമെന്ന് ഇതിൽ അക്ബർ സാഹിബ് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ഗ്രന്ഥത്തിൽ അറിവ് 2 വിധമുണ്ടെന്നും, ഒന്ന് പ്രത്യക്ഷ ജ്ഞാനവും 2 ആധ്യാത്മിക വിജ്ഞാനവുമുണ്ടെന്ന് അക്ബർ സാഹിബ് അംഗീകരിച്ചിട്ടുണ്ട്. എന്റെ ചോദ്യം, ഈ ഗ്രന്ഥത്തിൽ അംഗീകരിച്ചിട്ടുള്ള ആധ്യാത്മിക വിജ്ഞാനം ആത്മീയ അനുഭവങ്ങളിലൂടെ അക്ബർ സാഹിബ് നേടിയിട്ടുണ്ടോ എന്നാണ്. എന്റെ പുസ്തകത്തിൽ പറയുന്ന ആധ്യാത്മികമായ വിജ്ഞാനം ആത്മീയമായ അറിവിലൂടെ ഞാൻ നേടിയിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ആ പുസ്തകം തന്നെ പൂർണ്ണമായി എൻ്റെ സുഹൃത്ത് വായിച്ചു നോക്കിയാൽ അതിനുള്ള ഉത്തരം ലഭിക്കും എന്നാണ് ഉത്തരം. അതെന്താന്ന് വെച്ചാൽ, ആധ്യാത്മികമായ അറിവ് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന അറിവാണ്. ഓരോരുത്തർക്കും തനിക്കുണ്ടാകുന്നത് എന്ന് തോന്നുന്ന മനോവ്യാപാരങ്ങളോ മാനസികമായ ഏതെങ്കിലും അനുഭവങ്ങളോ അല്ല ആത്മീയമായ ആധ്യാത്മികമായ അറിവ്. സട്ടാവായ തമ്പുരാനിൽ നിന്നുള്ളതാണ് എന്ന് ജനങ്ങൾക്ക് പരീക്ഷിച്ച് പരിശോധിച്ചറിയാൻ കഴിയുന്ന അറിവാണ് ആധ്യാത്മികമായ അറിവ്. ആ അറിവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുകൂടി ആ അറിവിന്റെ പ്രവാഹം അവസാനിച്ചിരിക്കുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്തിമ പ്രവാചകനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാത്തമുൻ നബിയീനാണ്. ആ ഖാത്തമുൻ നബിയീനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പ്രവാചകത്വത്തിന് അവസാനം കുറിക്കപ്പെട്ടിരിക്കുന്നു. പ്രവാചകത്വത്തിന് അവസാനം കുറിക്കപ്പെട്ടതായി ഖുർആനിലെ 33-ാമത്തെ അധ്യായം സൂറത്തു അഹ്സാബിലെ 40-ാമത്തെ വചനത്തിലൂടെ ഖുർആൻ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ പ്രവാചകത്വത്തോടുകൂടി വഹയി അവസാനിച്ചിരിക്കുന്നു. അള്ളാഹുവിൽ നിന്നുള്ള അറിവ്, ആധ്യാത്മികമായ അറിവിന്റെ സ്രോതസ് വഹിയാണ്. വഹി അവസാനിച്ചിരിക്കുന്നു. സാങ്കേതികമായി ഉള്ള പ്രവാചകന്മാരിലൂടെയുള്ള വഹിയെ, ആ വഹിയെ നമുക്ക് അവസാനിച്ചിട്ടുണ്ടെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചിട്ടുള്ള വഹിയ് കൃത്യമായി രേഖപ്പെടുത്തപ്പെടുകയും അത് ആ വഹിയുടെ അടിസ്ഥാനത്തിൽ ഉള്ള പ്രവാചകന്റെ ജീവിതവും മൊഴികളും അനുവാദവുമെല്ലാം കൃത്യമായി രേഖപ്പെടുത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ് ആധ്യാത്മിക ജ്ഞാനത്തിന്റെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലഭിച്ചിട്ടുള്ള അറിവ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള പ്രമാണങ്ങൾ. ഈ പ്രമാണങ്ങളാണ് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആധ്യാത്മിക ജ്ഞാനത്തിന്റെ വിഷയത്തിലുള്ള സ്രോതസ്. അതല്ലാതെ വ്യക്തിപരമായി ആർക്കെങ്കിലും ഉണ്ടാകുന്ന അനുഭവങ്ങളോ വ്യക്തിപരമായി ആർക്കെങ്കിലും ഉണ്ടാകുന്ന സ്വപ്നദർശനമോ അതല്ലെങ്കിൽ അതേപോലെയുള്ള എന്തെങ്കിലോ അല്ല. ആധ്യാത്മിക ജ്ഞാനത്തിന്റെ വിഷയത്തിൽ മുസ്ലിമിന്റെ സ്രോതസ് ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമാണ്. ആ അറിവ് അതിൽ നിന്നാണ് ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെല്ലാവരും സംസാരിക്കുന്നത്. അള്ളാഹുവിനെ സംബന്ധിച്ച അറിവിന്റെ തിയറിയാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അള്ളാഹുവിനെ പറ്റി ചോദിക്കുന്നവരോട് നാം അവരുടെ സമീപസ്ഥനാണെന്ന് പറഞ്ഞു കൊടുക്ക് നബിയേ എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ പ്രവാചകത്വത്തിന് മുദ്ര വെക്കപ്പെട്ടു. അതിലൊന്നും വിനീതന് യാതൊരു സംശയവുമില്ല. അതേസമയം മലക്കുകളുടെ പ്രവർത്തനത്തിൽ യാതൊരു മുദ്രയും അള്ളാഹു വെച്ചിട്ടില്ല. മലക്കുകൾ എന്ന മറ്റൊരു ഗ്രന്ഥത്തിൽ വിനീതം വായിച്ചിട്ടുണ്ട്, മനുഷ്യരൂപത്തിൽ തന്നെ മലക്കുകൾ പ്രവർത്തിക്കും എന്നതിനുള്ള തെളിവ് ബുഖാരിയിലും മുസ്ലിമിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ആ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിന്റെ വിശ്വാസമാണ് അയനുൽ യഖീൻ, അനുഭവജ്ഞാനം എന്നത് വിശുദ്ധ ഖുർആനിന്റെ വിസ്മയിപ്പിക്കുന്ന ചോദ്യം തന്നെയാണ്. ആ വിശ്വാസം അനുഭവത്തിലൂടെ ആർജിച്ചെടുത്തുകൊണ്ട് ധാരാളം നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന സൂഫി വര്യന്മാർ വഴി അള്ളാഹുവിനെ സ്വന്തം ആത്മാവിലൂടെ അനുഭവിച്ചറിഞ്ഞു. അവർ യഥാർത്ഥ റബ്ബിനെ അറിഞ്ഞു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലാതെ അക്ബർ സാഹിബിന്റെ മുന്നിൽ വിനീതൻ ചൂണ്ടിക്കാണിക്കുകയാണ്. അതുകൊണ്ട് ഈ ആധ്യാത്മിക വിജ്ഞാനം അക്ബർ സാഹിബിനെ പോലെയുള്ളവർ അത് നേടിയെടുക്കേണ്ട രീതിയിൽ നേടിയെടുത്തുകൊണ്ട്
വിനീതനെ പോലെയുള്ളവർക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച അറിവിന്റെ സംശയം തരണമെന്ന് ഈ സദസ്സിനെ സാക്ഷി ചെയ്യുന്നു. അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിന് വ്യക്തിപരമായ അനുഭവങ്ങൾ ഉണ്ടാകണം. ആ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ് വ്യക്തമാക്കണം എന്നാണ് എൻ്റെ സുഹൃത്തിന്റെ ചോദ്യത്തിന്റെ കാതൽ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പരിശുദ്ധ ഖുർആൻ തിയറി അല്ല. പരിശുദ്ധ ഖുർആൻ തിയറിയുമാണ്, പ്രാക്ടിക്കലുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും തിയറിയുമാണ്, പ്രാക്ടിക്കലുമാണ്. റസൂലുള്ള അള്ളാഹുവിനെ അറിഞ്ഞതിനേക്കാൾ നമുക്കറിയാൻ കഴിയുമെന്ന് വിചാരിക്കാൻ യാതൊരു ന്യായവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളുടെയും ഈമാൻ ഒരു തട്ടിലും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ മറ്റേ തട്ടിലും വെച്ചാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനാണ് കനം തൂങ്ങുക എന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുണ്ടായിരുന്ന, അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന, അദ്ദേഹത്തിന്റെ ചങ്ങാതിയായിരുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം അറിഞ്ഞതിനേക്കാൾ അള്ളാഹുവിനെ അറിയാൻ നമുക്ക് കഴിയും. അതിന് ആധ്യാത്മികമായ മറ്റെന്തെങ്കിലും ജ്ഞാനത്തിന്റെ സ്രോതസ്സുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ യാതൊരു ന്യായവുമില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുള്ള, ആ ഉമറിന്റെ നാവിലൂടെ അള്ളാഹു പോലും സംസാരിക്കുന്നു എന്ന് പറഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു അറിഞ്ഞതിനേക്കാൾ അള്ളാഹുവിനെ അറിയാൻ നമുക്ക് കഴിയും എന്ന് വിചാരിക്കുന്നതിലൊരു ന്യായവുമില്ല. ഇവരെല്ലാവരും, ഈ സഹാബിമാരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമെല്ലാം അള്ളാഹുവിനെ അറിഞ്ഞതെങ്ങനെ എന്ന് പരിശുദ്ധ ഖുർആനിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളിലുമുണ്ട്. അത് അനുസരിച്ചാണ് നമ്മൾ അള്ളാഹുവിനെ അറിയേണ്ടത്, മനസ്സിലാക്കേണ്ടത്, ഉൾക്കൊള്ളേണ്ടത്. ആധ്യാത്മിക ജ്ഞാനം എന്നുള്ളത് വ്യക്തിപരമായ അനുഭവമാണ് എന്ന് വിചാരിക്കുന്നത് തന്നെ അബദ്ധമാണ്. ഈ തരത്തിലുള്ള ആധ്യാത്മിക ജ്ഞാനം ലഭിച്ചവർ എന്ന് പറയുന്നവർ പല വിഭാഗങ്ങളിലും ഉണ്ടാകാറുണ്ട്. ഞാൻ തന്നെ പല സൂഫി വര്യന്മാരെ മാത്രമല്ല അദ്വൈതികളായ സ്വാമിമാരെ കണ്ടിട്ടുണ്ട്. അവർ ഒരുപാട് ദിവസങ്ങളിൽ അവർ സന്യസിക്കുകയും അവസാനം അവർക്ക് ബോധോദയം ഉണ്ടാവുകയും അവർക്ക് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം പ്രത്യക്ഷപ്പെടുകയും യഥാർത്ഥത്തിലുള്ള ബ്രഹ്മജ്ഞാനികൾ അവരായിത്തീരുകയും ചെയ്തു എന്നവർ വിചാരിച്ചു കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ കോട്ടയിലെ ധ്യാന കേന്ദ്രത്തിൽ നമ്മൾ പോയാൽ അവിടെയും ഒരുപാട് ക്രൈസ്തവ പാതിരിമാരെ നമ്മൾ കാണുന്നു. അവർ ഒരുപാട് സന്യസിക്കുകയും ജീവിതത്തെ തന്നെ നിഷേധിച്ചുകൊണ്ട് ധ്യാനത്തിൽ ഏർപ്പെടുകയും ചെയ്തപ്പോ അവർക്ക് പരിശുദ്ധാത്മാവ്, യഥാർത്ഥ ദൈവം അവരുടെ മനസ്സിലേക്ക് ഇറങ്ങി വന്നു എന്ന് അവർ വിചാരിച്ചു കൊണ്ടിരിക്കുന്നു. അവർക്കും അനുഭവങ്ങളുടെ സാക്ഷ്യമുണ്ട്. ഈ അനുഭവങ്ങളുടെ സാക്ഷ്യം ചിലപ്പോൾ ഈ പറഞ്ഞ മുസ്ലിം സിദ്ധന്മാർ എന്ന് പറയുന്ന ആളുകൾ, എന്റെ സുഹൃത്ത് പറഞ്ഞ ആളുകൾക്കും ഉണ്ടാകാം. ഈ അനുഭവങ്ങൾ പൈശാചികമാണോ അതല്ല ദൈവികമാണോ എന്ന് പരിശോധിക്കുവാനുള്ള മാനദണ്ഡം എന്താണ്? പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ്. ആ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിച്ചതല്ലാത്ത ഒരറിവ്, അതിന് അപ്പുറത്തുള്ള ഒരു അറിവ് ഇവർ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ, ഖുർആനും തിരുസുന്നത്തും പോരാ അള്ളാഹുവിനെ അറിയാൻ എന്ന് ഇവരാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അവർക്കുണ്ടായിട്ടുള്ള വെളിപാട് അത് എത്ര ശക്തമാണെങ്കിലും അത് പിശാചിൽ നിന്നുള്ളതാകാനല്ലാതെ തരമില്ല. എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചുകൊണ്ട് നിർത്തിയ വേദഗ്രന്ഥമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അല്ലാഹു സംരക്ഷിച്ചുകൊണ്ട് നിലനിർത്തിയ ജീവിതമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് തറക്തു ഫീക്കും അംറൈൻ എന്നാണ്. രണ്ട് കാര്യങ്ങൾ ഇതാ ഞാൻ നിങ്ങളിൽ വിട്ടേച്ചു കൊണ്ടുപോകുന്നു. അതെന്താണ്? കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി. കിതാബ് അല്ലാഹുവിന്റെ കിതാബും റസൂലിന്റെ സുന്നത്തുമാണ്. അവ മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴി പിഴച്ചു പോകില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അതല്ലാതെ കാലാകാലങ്ങളിൽ വരുന്ന ഏതെങ്കിലും വര്യന്മാർ പഠിപ്പിച്ച ആത്മീയമായ അറിവുകൾ സ്വീകരിച്ചാൽ നിങ്ങൾ പിഴച്ചു പോവുകയില്ല എന്നല്ല, മറിച്ച് ഖുർആനും സുന്നത്തും അത് മുറുകെ പിടിച്ചാൽ നിങ്ങൾ പിഴച്ചു പോവുകയില്ല എന്നാണ്. ആ ഖുർആനും പ്രവാചകന്റെ സുന്നത്തും അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവ് നൽകുന്നുണ്ട്. ആ അറിവാണ് സഹാബിമാരെ പ്രചോദിപ്പിച്ചത്. ആ അറിവാണ് താബികളെ അവരുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ലോകത്തിന് മാതൃകയാക്കിയത്. ആ അറിവ് തന്നെയാണ് താബികളുടെ ജീവിത വിശുദ്ധിക്ക് നിദാനമായി തീർന്നത്. ആ അറിവ് ഇന്നും രേഖപ്പെടുത്തപ്പെട്ട് നമ്മുടെ കൈകളിലുണ്ട്. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാകുന്ന അറിവാണത്. അത് കേവലം ആരുടെയെങ്കിലും വൈയക്തികമായ അനുഭവമല്ല, മറിച്ച് പ്രവാചകനിലൂടെ അള്ളാഹുവിൽ നിന്ന് വഹി ലഭിക്കുന്നതാണ് എന്ന്
പരീക്ഷിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഉറപ്പിക്കപ്പെട്ട തെറ്റുപറ്റാത്തത് എന്ന് കൃത്യമായി രേഖീകരിക്കപ്പെട്ട അറിവാണത്. ആ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടത്. മറ്റേ അറിവിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹിനെ മനസ്സിലാക്കാൻ പോയ ആളുകൾ ചിലപ്പോ പോയി എത്തിയത് അവസാനം ഞാൻ തന്നെയാണ് അള്ളാഹ് എന്നുള്ള വാദത്തിലാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വൈയക്തികമായ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനെ അറിയാൻ പോയ ആളുകൾ ഒരു സ്ഥലത്തിൽ അഹം ബ്രഹ്മാസ്മി തത്വമസി എന്ന് പറഞ്ഞു. അത് ഭാരതീയ വേദാന്തത്തിന്റെ ആളുകൾ അത് ഞാൻ തന്നെയാണ് ബ്രഹ്മം, നീയും അത് തന്നെ എന്നുള്ള തത്വത്തിലെത്തി. അതേപോലെ തന്നെ ഇത് അറബിയിൽ മാറ്റിയിട്ട് അനൽ ഹക്ക് വ അൻതൽ ഹക്ക് എന്നുള്ള സിദ്ധാന്തത്തിലേക്ക് ഇങ്ങനെ വൈയക്തികമായ അറിവിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിനെ അറിഞ്ഞു തേടി ചെന്ന ആളുകൾ എത്തിയതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ അത് പിഴവാണ്, അത് പൈശാചികമാണ്, അത് പടച്ചവനുമായി യാതൊരു ബന്ധവുമില്ലാത്ത അറിവാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് നാം തിരിച്ചറിയുക. ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നുമാണ് അള്ളാഹുവിനെ കുറിച്ച് അറിയേണ്ടത്. അത് അറിയാൻ ശ്രമിക്കുക. അത് ഞാനാണെങ്കിലും എന്റെ സുഹൃത്താണെങ്കിലും ലോകത്തുള്ള ആരാണെങ്കിലും. അസ്സലാമു അലൈക്കും.